ദേശീയപാത 66 സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വലിയൊരു ആശയമായിരുന്നു അത്. ഇപ്പോഴത് ആശങ്കയായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നും പറയാൻ വയ്യ, ക്രെഡിറ്റിനായിട്ടുള്ള തമ്മിത്തല്ലും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിന് ശേഷവും നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരൽ മാത്രമാണ്. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമാക്കുന്ന വാർത്തകളുണ്ട്. വാർത്തകളുടെ സ്വഭാവം പല വിധമാണ്, പല രീതിയിലാണ് ആ വാർത്തകൾ വന്നിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും വലിയൊരു അനാസ്ഥ അതിൽ നടന്നിട്ടുണ്ട്, വലിയൊരു പ്രശ്നം അതിന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല കുന്നുകൾ ഇടിയുന്നതും റോഡുകൾ നിന്ന നിൽപ്പിൽ നിലം പതിക്കുന്നതും. നമുക്ക് മാതൃഭൂമി പത്രത്തിൽ ഇത് സംബന്ധിച്ച് വന്ന വാർത്തയൊന്ന് വായിക്കാം. ഈ വാർത്തയിൽ പറയുന്നത് ദേശീയപാത 66 മാറ്റം വേണ്ടിവരും, പഠനസമിതി റിപ്പോർട്ടുടൻ, ഉത്തര മലബാർ കൂടുതൽ ശ്രദ്ധിക്കണം. അതിന് ഉള്ളിലായിട്ട് കൊടുത്തിട്ടുള്ള വാർത്തയാണ്. പൂർത്തിയായ റീച്ചുകളുടെ തുറക്കൽ വൈകും. നമുക്കറിയാം ഈ ഒരു മെയ് ജൂൺ മാസങ്ങളിൽ തുറക്കുമെന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളാണ് ഇത് സംബന്ധിച്ച് നടന്നത്. ഇപ്പോൾ അറിയുന്നത് തുറക്കാൻ വൈകുമെന്നുള്ള കാര്യമാണ്. പണി പൂർത്തിയായെങ്കിലും ദേശീയപാതയിലെ 3 റീച്ചുകൾ തുറന്നു കൊടുക്കുന്നത് ഇനിയും വൈകും. ഈ മാസം 15-നുള്ളിൽ തുറക്കുമെന്ന് കരാർ ഏജൻസിക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് മലബാറിലെ മറ്റ് റീച്ചുകൾക്ക് നിർമ്മാണ തകരാറുകൾ ഉണ്ടായത്. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവൃത്തി ചെയ്ത തലപ്പാടി ചെങ്കള, അതായത് 39 കിലോമീറ്റർ KMC കൺസ്ട്രക്ഷനിൽ മേൽനോട്ടത്തിലുള്ള വെങ്ങളം രാമനാട്ടുകര കോഴിക്കോട് ബൈപ്പാസ് 28.4 കിലോമീറ്റർ, KNR കൺസ്ട്രക്ഷൻ വളാഞ്ചേരി കാപ്പിരിക്കാട് 37.35 കിലോമീറ്റർ എന്നിവയാണ് തുറന്നു കൊടുക്കാൻ ഒരുങ്ങുന്നത്. ഇതാണ്, അതായത് ഒരു ചെറിയൊരു സാവകാശം പിന്നീടും അവിടെ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം കൂരിയാട് സംഭവിച്ച പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. ഇതിനോട് കൂടെ തന്നെ നമ്മൾ പറയുന്ന മലബാറിലേക്ക് എന്തുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ ദേശീയപാത 66ന്റെ രൂപകൽപ്പനയിൽ ചിലയിടങ്ങളിൽ മാറ്റം വേണ്ടിവരുമെന്ന് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 4-അംഗ സമിതി നിഗമനത്തിലെത്തിയതായി അറിയുന്നു. പണി പൂർത്തിയായ ചില ഭാഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും. പഠന സമിതി റിപ്പോർട്ട് ഈ മാസം സമർപ്പിച്ചേക്കും. മലബാറിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് കണ്ടെത്തൽ. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗത്തെ ചതുപ്പും കുന്നുകളും അടങ്ങുന്ന ഭൂപ്രകൃതിയിലെ സുരക്ഷാ കവച നിർമ്മാണം ഗൗരവത്തിലെടുക്കുന്നതിന്റെ പോരായ്മകൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട ചെറുവത്തൂർ വീരമലക്കുന്ന് സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിഞ്ഞ ചെങ്കള നീലേശ്വരം സെക്ഷനിലെ ചേർക്കള മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ച ചെറുവത്തൂർ മട്ടലായി പലതവണ മണ്ണിടിഞ്ഞ തളിപ്പറമ്പ് കുപ്പം ഉൾപ്പെടെ ഇതിന്റെ സൂചകങ്ങളാണ്. രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിൽ കൂരിയാട് ദേശീയപാത തകർന്നതിന് ശേഷമാണ് പഠനസമിതി രൂപവൽക്കരിച്ചത്. സംഘം വിവിധ റീച്ചുകൾ സന്ദർശിച്ചു വിലയിരുത്തി. ഈ വാർത്ത പറയുന്നത് ഇടിയാനുള്ളതെല്ലാം ഇടിഞ്ഞു എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത്. ഇതിനുള്ള ഉത്തരം നമുക്ക് മനോരമ തരുന്നുണ്ട്. ഈ വാർത്തയ്ക്കുള്ള ഉത്തരം മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ഞാൻ പറഞ്ഞു, കൂട്ടി വായിച്ചാൽ മാത്രമേ ഇതിനൊരു ഉത്തരമുള്ളൂ എന്നുള്ളത്. അത് മലയാള മനോരമ നമുക്ക് തരും. ആ വാർത്ത ഇങ്ങനെ: ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച, പഠനം നടത്തിയിട്ടില്ല ഗഡ്കരി. കൂരിയാട് ഉൾപ്പെടെ 15 സ്ഥലത്ത് വീഴ്ചകൾ, പുനർനിർമ്മാണം കരാറുകാരുടെ ചെലവിൽ. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിൽ 5 വർഷത്തിനിടെ സംഭവിച്ച വീഴ്ചകളും അവയുടെ കാരണങ്ങളും കണ്ടെത്താൻ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ET മുഹമ്മദ് ബഷീറിന്റെ ചോദ്യത്തിനായിരുന്നു ലോക്സഭയിൽ മന്ത്രിയുടെ ഉത്തരം. നിർമ്മാണത്തിനിടെയുള്ള തകർച്ചയും പൂർത്തിയായ ഭാഗങ്ങളിൽ വിള്ളൽ വീണതും ചൂണ്ടിക്കാണിച്ചായിരുന്നു ചോദ്യം. കനത്ത മഴ പെയ്യുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് ശാസ്ത്രീയ പഠനമില്ലാതെ നിർമ്മാണം നടത്തുന്നത് ആശങ്കാജനകമാണെന്ന് MP പറഞ്ഞു. ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് നിശ്ചയിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ദേശീയപാതകളുടെ രൂപകൽപ്പന, നിർമ്മാണം, പരിപാലനം എന്നിവ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ദേശീയപാത 66ലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നിലവിലെ പിഴവുകൾ കരാറുകാരുടെ ചെലവിൽ പരിഹരിക്കും. 15 വർഷത്തേക്ക് ഉള്ള അറ്റകുറ്റപ്പണികളും കരാർ കമ്പനികളുടെ ചുമതലയാണെന്നും മന്ത്രി പറയുന്നു. കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് 15 സ്ഥലത്ത് വീഴ്ച സംഭവിച്ചതായി KC വേണുഗോപാലിന്റെ ചോദ്യത്തിന് ഗഡ്കരി പറഞ്ഞു. നിർമ്മാണം ഇഴയുന്നതിൽ അബ്ദുൾ വഹാബ് ആശങ്ക രേഖപ്പെടുത്തി.
ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ വൈകിയത്, നിർമ്മാണത്തിനുള്ള സ്ഥലപരിമിതി, കരാറുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ, കനത്ത മഴ, നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം തുടങ്ങിയ കാരണങ്ങളാൽ ചില പദ്ധതികളിൽ കാലതാമസം നേരിട്ടിട്ടുണ്ടെന്നും മന്ത്രി സമ്മതിച്ചു. അതായത് ഒരു വീഴ്ച സംസ്ഥാന സർക്കാരിനും സംഭവിച്ചു, കേന്ദ്ര സർക്കാരിനും സംഭവിച്ചു. അത് വ്യക്തമാണ്. നമുക്കറിയാം, ഭൂമി ഏറ്റെടുക്കൽ മറ്റു കാര്യങ്ങളെല്ലാം ഇതുവരെ മരുമകൻ്റെ ക്രെഡിറ്റിലായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ കേന്ദ്രം ഉന്നയിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നവരുടെ വാ മൂടിക്കെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ മറുപടി വന്നിരിക്കുന്നത്. ഇവിടെ പഠനം നടന്നിട്ടില്ല എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. മലബാർ ഏരിയകളിലെ കുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ മറ്റു മാതൃഭൂമി പത്രത്തിലെ വാർത്തയിൽ കണ്ടു. അപ്പോൾ കൂരിയാട് സംഭവിച്ചത് വലിയൊരു അനാസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് മുമ്പും മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ വരികയാണ്. അപ്പോൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞു, ആഴ്ചയിൽ മീറ്റിംഗ് നടത്തുന്നു, ഓരോ റീച്ചുകളും പരിശോധിക്കുന്നു, റോഡുകൾ പരിശോധിക്കുന്നു. ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. എന്തായാലും പണി പാളി എന്ന് വ്യക്തമാണ്. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ വാർത്തയിൽ പറഞ്ഞ പോലെ വീരമലക്കുന്ന് മണ്ണിടിഞ്ഞ സംഭവത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവിടെ എന്ത് വീഴ്ചയാണ് സംഭവിച്ചത് എന്നും അറിയേണ്ടതുണ്ട്. ഈ വാർത്തയെ ദേശാഭിമാനിയിൽ പറയുന്നുണ്ട്. ആ വാർത്ത ഇങ്ങനെ: വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ, ദേശീയപാത അതോറിറ്റിയും കരാറുകാരും മുന്നറിയിപ്പ് അവഗണിച്ചു. വാർത്ത: ജില്ലാ അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിനും ഗതാഗത തടസ്സത്തിനും വഴിവെച്ചെന്ന് ജില്ലാ ദുരന്ത നിവാരണ സമിതി റിപ്പോർട്ട്. ബുധനാഴ്ചയും ദേശീയപാതയിൽ മണ്ണിടിഞ്ഞതോടെ ദുരന്ത നിവാരണ സമിതി സ്ഥലം സന്ദർശിച്ച് തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ദേശീയപാത അതോറിറ്റിയും കരാറുകാരായ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയും മുന്നറിയിപ്പ് അവഗണിച്ചതിനെ കുറിച്ച് പറയുന്നത്. 3 ആഴ്ച മുമ്പ് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ വീരമലക്കുന്ന് 4 വലിയ വിള്ളലുകൾ, നിരവധി ചെറുവിള്ളലുകളും കണ്ടെത്തിയിരുന്നു. ദുരന്തം തടയാൻ അടിയന്തര സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണ സംവിധാനം അന്ന് മുന്നറിയിപ്പ് നൽകിയതായാണ് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും അത് അവഗണിച്ചു. പരിസരത്തെ കുടുംബങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുമുണ്ട്. അതായത് സർക്കാർ ഇപ്പോൾ കൈയൊഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഈ വാർത്ത ഇവിടെ വരുമ്പോൾ വിശ്വസിക്കാൻ. അതായത് ഇപ്പോൾ ഒരു ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ജില്ലാ അധികൃതർ മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ആരാണ് അവഗണിച്ചത്? ആർക്കാണ് അനുമതി കൊടുത്തത്? എന്തുകൊണ്ട് ഇവർ അത് അവഗണിച്ചപ്പോൾ സംസ്ഥാനം അതിൽ ഇടപെട്ടില്ല? ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഇതിനെല്ലാം ഉത്തരങ്ങൾ വേണം. പക്ഷേ ഇതിനൊന്നും പ്രത്യേകിച്ച് ഉത്തരമില്ല. നമ്മൾ ഇതെല്ലാം കൂടി വായിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വലിയൊരു അനാസ്ഥ നടന്നു. കേന്ദ്രത്തിനും സംഭവിച്ചു, സംസ്ഥാന സർക്കാരിനും സംഭവിച്ചു. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന തെറ്റല്ല. നമ്മൾ കണ്ടതാണ്, കൂരിയാട് ഇടിഞ്ഞു വീണത് വലിയൊരു റോഡാണ്. അത് എങ്ങനെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും? എന്തുകൊണ്ട് അവിടുത്തെ മണ്ണിനെ കുറിച്ച് പഠിച്ചില്ല? ഇതെല്ലാം വലിയൊരു വീഴ്ചയാണ്. ഇതെല്ലാം ആരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നത് അവസാനിപ്പിക്കണം. ഞങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ടത് എപ്പോൾ ഞങ്ങൾക്ക് ദേശീയപാത 66 തുറന്നു തരുമെന്നുള്ളതാണ്. നിങ്ങളാണ് പ്രവർത്തനം നടത്തേണ്ടത്, നിങ്ങളാണത് മുന്നോട്ട് നയിക്കേണ്ടത്.